ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം ആഗ്രഹിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, അടുക്കളയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് ആകെ ഒരു വൃത്തിയില്ലാണ്ട് ആകെ പെരങ്ങി അലമ്പായി കിടക്കണ പോലെ ഒരു തോന്നൽ കേട്ടോ. ചില ദിവസം അങ്ങനെ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ മെനക്കെട്ട് നന്നാക്കാൻ നിൽക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. എനിക്ക് ചില ദിവസം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ചിലപ്പം അങ്ങനെ വെച്ചാൽ മൊത്തത്തിൽ പെരക്കിയിടുന്നല്ല, മൊത്തത്തിൽ അങ്ങോട്ട് അരിച്ച് പെറുക്കിയൊരു ക്ലീനിങ്ങും നുള്ളി പെറുക്കിയൊരു പാത്രം കഴുകലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാത്ത ചില ദിവസം ഉണ്ടാവും കേട്ടോ. അതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ ഞാൻ നിന്നിട്ടില്ലേനും തോന്നുന്നു. പിന്നെ കുട്ടികളൊക്കെ പോയതിൻ്റെ ശേഷമുള്ള ചായ കുടിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികൾ മദ്രസക്ക് പോയതാണ്. പിന്നെ ഞാൻ ഇന്ന് നാസിമോനും ഇതാ വേഗം എൻ്റെ കൂടെ അങ്ങോട്ട് എണീച്ച് വന്നിട്ടുണ്ടേ. ഓനക്കാണെങ്കിൽ ഒന്ന് അവിടെ കിടന്നുറങ്ങിക്കൂടെ, നല്ല ഏകദേശം കുറച്ച് തണുപ്പും കാര്യങ്ങളും മഞ്ഞൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഷെഡായതുകൊണ്ട് തന്നെ ചൂട് വരുമ്പോൾ നല്ല ചൂട് വയ്ക്കാനും തണുപ്പ് വന്നാൽ പെരും തണുപ്പുമാണ്. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാലാവസ്ഥ അറിയുന്നത്. അങ്ങനെ ഞാനിതാ ഇന്നത്തെ ചായക്കടിക്കുള്ള പരിപാടിയിലൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം ഞാൻ ഓട്ടട ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഓട്ടട ഭയങ്കര ഇഷ്ടമാണ്. അധികവും വേഗം എളുപ്പപ്പണിക്ക് ദോശയാണ് ചുടൽ, പക്ഷെ തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടടയാണ് ആക്കുക. അങ്ങനെ ഇതാ ഓട്ടടക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേഗം ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. കറി പിന്നെ മുട്ടക്കറി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കുള്ള സാലിനൊക്കെ വേഗം ആക്കി എടുക്കണം. ഇന്ന് പിന്നെ എന്താണ് കറി ഉണ്ടാക്കാൻ, ഫസ്റ്റ് ഞാൻ സാധാരണ കടി ചുടുന്നതിൻ്റെ മുന്നേ തന്നെ കറി ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ കടി ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഇന്നിപ്പോൾ കറിക്കുള്ള മുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്ക രാവിലെ നടക്കാൻ പോയി തിരിച്ച് വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നേ ഇനിയിപ്പോൾ അത് കിട്ടിയിട്ട് കടി ചുടുന്ന വരെ ആകുമ്പോഴത്തേക്കും 8 മണിയാകുമ്പോഴത്തേക്കും നിച്ചുമോള് വരും. മോൾക്ക് സ്കൂളിൽ പോകണം, ഇക്കാക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മൊത്തത്തിൽ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എന്നാൽ കടീൻ്റെ ചുടൽ പരിപാടി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓട്ടട ചിലപ്പോൾ ഒക്കെ ഒന്ന് നന്നായി കിട്ടും. ചിലവരൊക്കെ പറയുന്നത് കേട്ടോ, ഓട്ടട ചുട്ടാൽ നന്നാവുകയേ ഇല്ല എന്നുള്ളത്. അടി കരിയുക അല്ലെങ്കിൽ ഉള്ളിൽ വേവൂല എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇൻ്റെതും ആദ്യം അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു നേക്ക് പിടുത്തം കിട്ടിയത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം അങ്ങനെ വലിയൊരു കുഴപ്പമില്ലാണ്ട് കിട്ടലുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അടുപ്പത്തു നിന്ന് തന്നെയായിരുന്നു ഓട്ടട ചുടുക. ഗ്യാസുമ്മേന്ന് ചുട്ടാൽ നന്നാവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അധികവും ഗ്യാസുമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മാവ് അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് കുറച്ച് നല്ല ചട്ടി ചൂടാക്കുക, എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് തീ അങ്ങോട്ട് കുറയ്ക്കുക. ഒരു സാധാരണ ചെറിയൊരു തീയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ അതിൽ ചെറിയൊരു ഹോളുകൾ വരുന്ന സമയത്ത് അങ്ങനെ മെല്ലെ മൂടി കൊടുത്താൽ മതി കേട്ടോ. പൊന്തിച്ച് നോക്കണത് അടി കരിഞ്ഞീനോന്നാണ്. ലാസ്റ്റ് ചുട്ട് വന്നപ്പം ഏറ്റവും ലാസ്റ്റത്തെ ഒരു 2-3 എണ്ണത്തിൻ്റെ അടി കരിഞ്ഞു പോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു തിരുമ്പി വെച്ച നല്ലൊരു തുണി എടുത്ത് കൊണ്ടുവരും. ഈ ഒരു ചട്ടിയിൽ ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചൊക്കെ കൊടുത്ത് എന്നിട്ടൊക്കെയാണ് കേട്ടോ ചുടുക. ചെറിയ കുട്ടികളെ നോക്കണ മാതിരി തുടച്ചും തോത്തിയും ഒക്കെ വേണം അതൊക്കെ ചുട്ടെടുക്കാനേ. എന്തായാലും നാസിമോന് ഇതാ പിന്നെ ഓനക്ക് അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓനക്കുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേണ്. അവിടെ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. നേരത്തെ ആ റസ്കിൻ്റെ കടലാസ് ഉണ്ടായിരുന്നു കവറ്, അതിൻ്റെ പൊടിയൊക്കെ അവിടെ ഇവിടെ ഇട്ട് ആകെ ഒന്നാമത്തെ ഓനാണ് കേട്ടോ ഇവിടെ പെരക്കി എരപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ പെരങ്ങാന്ന് പറയുമ്പോഴേ എപ്പോഴോ ഒരിക്കൽ ഒരു കമൻറ്റിൽ എന്താണ് ഈ പെരങ്ങൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെരങ്ങ പറഞ്ഞാൽ ആകെ വലിച്ചു വാരിയിട്ട് കോലം ആക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ അങ്ങനെ പറയണത് കൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കടി ഇത് അവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കറിക്കുള്ള പരിപാടി നോക്കാം. വേഗം കുക്കറിൽ തക്കാളി ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അത് വേവിച്ച് ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേസ്റ്റ് എണ്ണയിലേക്ക് ഇടുക. ഈ ഒരു സാധനം നമ്മൾ വേവിച്ച് വെച്ചതും ഇടുക. അതിലേക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കുക. പിന്നെ പുഴുങ്ങിയ മുട്ടയും ഇട്ട് കൊടുക്കുക. തേങ്ങ അരച്ച് പാരുക. ഇന്ന് ഞാൻ കറീൻ്റെത് അങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എല്ലാത്തിനും കൂടെ ഇന്ന് നേരവും കിട്ടിയിട്ടില്ല.
പിന്നെ അതുമല്ല നമ്മളെപ്പോഴും കാണിക്കണതാണല്ലോ, അതുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടില്ലേനു. മുട്ടക്കറിയും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം എൻ്റെ കടികളൊക്കെ ചുട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ ഓട്ടട കുറച്ച് തോനുണ്ടേനു താനും. അങ്ങനെ ഞാനും ചായ കുടിച്ച് മക്കളെല്ലാവരും ചായയൊക്കെ കുടിച്ച് പോകാനുള്ള ആൾക്കാരൊക്കെ പോയിന്. അപ്പോൾ മുറ്റത്തേക്ക് ഒന്ന് വെറുതെ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. എനിക്കുണ്ടോന്ന് മുന്നിൽ വന്ന് കുറച്ച് നേരം ഇരിക്കണ സ്വഭാവമേ. ആ ഒരു ഇരുത്തത്തിൽ ചെറിയൊരു പണി കിട്ടി. പണിയൊന്നല്ല കേട്ടോ, അയൽവക്കത്തെ താത്താനോട് വർത്താനം പറഞ്ഞ് അവിടെ നിന്നപ്പോഴേ ഒന്ന് വെറുതെ വർത്താനം പറഞ്ഞ് ഓരോ പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ മുരിങ്ങ മരം വല്ലാണ്ട് നീണ്ടു പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഓരത് കൊത്തിയിട്ടുണ്ടായിരുന്നു. പകുതി വെച്ച് കൊത്തിയാൽ പിന്നെ അവിടുന്ന് പൊട്ടിത്തെഴുത്ത് വരുമല്ലോ പറഞ്ഞിട്ടേ. അപ്പോൾ ഞാനവിടെ പോയി എനിക്ക് കുറച്ച് ചപ്പും കിട്ടി, നടാൻ 2 മുരിങ്ങക്കൊമ്പും കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. എനിക്കാണെങ്കിൽ മുരിങ്ങ നല്ല ഇഷ്ടമാണ്. നമ്മളെ പറമ്പിൽ ഞാനൊരു 2 കൊമ്പ് കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴക്കാലത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് കുറച്ച് ഉറവേൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അടി ചീഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. അതാകെ മറിഞ്ഞങ്ങോട്ട് വീണിൻ്റെ ആ ഒരു മരം തന്നെ ഇപ്പം ഇല്ലാണ്ടായിന്. ഇപ്പോൾ ഒരു ചപ്പ് കിട്ടാൻ മുരിങ്ങ ചപ്പിന് വല്ലാണ്ട് പൂതിയാണ് കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ അവിടുന്ന് അങ്ങനെ പറിച്ചൊക്കെ കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ താത്ത എനിക്ക് മുരിങ്ങയും തന്ന് 2 കൊമ്പും കിട്ടി. അപ്പോൾ കയ്യോടെ ഞാൻ അത് നടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവച്ചാൽ ഈ അത് നടൂല, അതിപ്പോൾ തന്നെ നട്ടാളാന്ന് പറഞ്ഞേ. എന്നാൽ പിന്നെ അകത്ത് കയറുന്നതിൻ്റെ മുന്നേ തന്നെ അതങ്ങോട്ട് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടായാൽ ഓർക്കും പറിക്കുക, അവിടെ ഉണ്ടായാൽ ഞമ്മക്കും പറിക്കുക എന്നൊക്കെയുള്ള നിലക്ക് എന്തായാലും മടിയൊന്നും ഇല്ലാണ്ട് വേഗം ഞാൻ കയ്യോടെ അതൊക്കെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. നട്ടാൽ മാത്രം പോരല്ലോ, അതിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണമല്ലോ എന്ന്. നട്ടിട്ട് വെള്ളം ഒഴിച്ചിനോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിതാ ഒഴിക്കുകയാണ് എന്നുള്ളത്. വല്ലാത്തൊരു അയൽവാസിയാണ് കേട്ടോ. ഞാൻ ചെയ്തില്ലെങ്കിലും എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും. അങ്ങനെയൊന്നല്ല കേട്ടോ, നമ്മളൊരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാനിത് അവിടെ പിന്നെയും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ നേരെ അകത്തേക്ക് കയറിയാണ്. എൻ്റെ പണികളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. അടിക്കലും തുടക്കലും കഴുകലും മോറലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചതാണ്. പുകച്ച് മനുഷ്യന്മാരെ പുറത്ത് ചാടിക്കുന്നതാണ് തോന്നുന്നത്. ആകെ അങ്ങോട്ട് അടുക്കള മൊത്തം പുകയും കൊണ്ടുള്ള അലമ്പായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചോറിനുള്ള അരിയും അവിടെ ഇട്ട് കൊടുത്തിട്ട് തീയൊക്കെ ഒന്ന് ഊതി കത്തിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം മുരിങ്ങച്ചപ്പ് തന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതൊന്ന് വേഗം നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. എനിക്ക് മുരിങ്ങ ഉപ്പേരിനെക്കാട്ടും ഇഷ്ടം എനിക്ക് താളിക്കണതാണ്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കൂലേ, ആ ഒരു താളിപ്പാണ് കേട്ടോ എനിക്കിഷ്ടം. അതിൻ്റെ കൂടെ വല്ല പൊരിച്ചതും മീൻ വരട്ടിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുശാലാവും. ഇതിൻ്റെ കൂടെ എന്തേനു വേറെ ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ദിവസങ്ങൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഷോർട്ട് വീഡിയോ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ലോങ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു സമയം കിട്ടിയില്ല കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ എടുത്ത സമയത്ത് വേറെ എന്തേനു എന്നുള്ളത് ഓർമ്മ കിട്ടണില്ല. എന്തായാലും മുരിങ്ങച്ചപ്പ് താളിച്ചതുണ്ടേനു. വേറെ എന്തോ ഒരു ഉപ്പേരിയോ എന്തോ ഉണ്ടായിനോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഓർമ്മ കിട്ടണില്ലേ. അപ്പം ഞാനിതാ ചില ആൾക്കാർ മുരിങ്ങ ഓരോ ഇല നുള്ളി എടുത്ത് നന്നാക്കൂലേ, എനിക്ക് അതിനൊന്നും ആവില്ല കേട്ടോ. അങ്ങനെ ഓരോ ഇല നുള്ളിയെടുത്ത് നന്നാക്കാനൊന്നും ഈ പണീൻ്റെ ഇടയിലൊന്നും കഴിയൂല. അപ്പോൾ ഞാൻ അതിൻ്റെ വലിയ ഇതൊക്കെ തണ്ടുകളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ചെറിയ തണ്ടുകളില്ലേ അതിന്മേൽ ഇല ഇങ്ങനെ ഊരിയെടുത്തിട്ട് പിന്നെ കത്തിയും കൊണ്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് താളിക്കട്ടെ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചപ്പൊക്കെ താളിക്കുമ്പോൾ സൺഫ്ലവർ ഓയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വലിയ ഉള്ളി പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലോണം ഒന്ന് വാടി വന്നപ്പം ചപ്പ് ഒന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചപ്പ് നല്ലോണം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ചപ്പ് താളിച്ചത് റെഡി ആയിക്കോളും. അപ്പോൾ ഉപ്പേരീൻ്റെ കാര്യം ഇപ്പോഴാണ് കേട്ടോ ഓർമ്മ ആയത്. പയറുപ്പേരിയാണ്. അത് അരിഞ്ഞു വെച്ചത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ ആയിട്ടുണ്ടായിരുന്നത്. പയറും ഞാൻ ഒന്ന് വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ടിട്ട് വേഗം കടുക് പൊട്ടിച്ച് അതൊന്ന് വറവിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വേഗം അതും അങ്ങോട്ട് ആയിക്കോളുമല്ലോ. അപ്പോൾ രണ്ടടുപ്പിൽ ആയിങ്ങോണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വെക്കാമെന്നൊന്ന് വിചാരിച്ച് നിന്നാലൊന്നും നമ്മളെ പണികളൊന്നും തീരൂല. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് എനിക്ക് വേഗം പണി തീർക്കണം എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ചിന്തയാണ്. ചില ദിവസം അതിന് വേണ്ടി തുടങ്ങി കിട്ടാനൊരു ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എന്താ പറയുക, തുടങ്ങിയാൽ അങ്ങനെ വേഗം അങ്ങോട്ട് എടുക്കും. പക്ഷെ ചിലപ്പോൾ ഒരു ഇരുത്തം അങ്ങോട്ട് രാവിലെ ഇരുന്ന് കുട്ടികളെ വിട്ടിട്ടേ ഒരു ഇരുത്തുണ്ട് എനിക്ക്. ആ ഒരു ഇരുത്തത്തിൽ പിന്നെ എൻ്റെ പണികൾ തീരൂല കേട്ടോ.
അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ പുതിയതായിട്ട് വന്ന ആൾക്കാരും ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. കമൻറ്റിലൂടെ ആയാലും ലൈക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താ പറയുക, വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് ആളുകളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ പുതിയ ആൾക്കാരാണ് ചോദിക്കുന്നത് നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ചോദിക്കലുണ്ട്. ഞങ്ങൾ വയനാട്ടിലാണ്. വയനാട് മാനന്തവാടി, അവിടെ കഴിഞ്ഞ് കാട്ടിക്കുളം, പിന്നെ ബാവലിയാണ് കേട്ടോ ഞങ്ങളുള്ളത്. കുറേ ആൾക്കാർക്കൊന്നും ചിലപ്പം അറിയാൻ സാധ്യതയില്ല. കർണാടക ബോർഡർ കിടക്കുന്നതിൻ്റെ മുമ്പ് ഉള്ള സ്ഥലമാണ്. നമ്മൾ മൈസൂരൊക്കെ പോകുന്ന ആ ഒരു ഇത് കർണാടകയിലല്ല, വയനാട്ടിൽ തന്നെയാണ്. അതിൻ്റെ ബോർഡറിൻ്റെ മുമ്പ് ബാവലിയാണ്. അവിടെയാണ് കേട്ടോ ഞങ്ങൾ. മാനന്തവാടി, കാട്ടിക്കുളം ആ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളെ വീട്. എൻ്റെ വീട് മീനങ്ങാടിയാണ് കേട്ടോ. ഞാൻ കെട്ടിച്ചത് ഇക്കാൻ്റെ ഇവിടെയാണ്, ബാവലിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതാ ചപ്പ് താളിച്ചതും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിനോ. പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ച് വെറുതെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുമ്പിയ തുണികളെ കട്ടുമ്പോൾ കൊണ്ടുപോയിട്ടാൽ ചിലപ്പോൾ അത് വൈകുന്നേരം രാത്രി വരെ അങ്ങനെ കിടക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഈ മേശമൊക്കെ കൊടുന്ന് വെച്ചതായിരുന്നു. വെറുതെ നാഫിമോന് സ്കൂളൊക്കെ വിട്ടു വന്ന് ഓന് TV തുറന്നിട്ടുണ്ടായി. അപ്പോൾ അതും കണ്ടിട്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പം എന്നാൽ പിന്നെ തുണികൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. തുണികളാണെങ്കിൽ ഇന്ന് നല്ല മഴ മൂടലും മഴ ഇപ്പോൾ പെയ്യുന്നുള്ള അവസ്ഥയിൽ നിന്നപ്പോൾ ഒന്ന് വേഗം ഒന്ന് എടുത്ത് അത് കയ്യോടെ അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഇതാ നല്ല മഴ അങ്ങോട്ട് പെയ്ത് ഇതാവാനുള്ള ഒരു തീരുമാനത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് ചാറി വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പെയ്ത്ത് നല്ലോണം അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ അതും നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.